ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മിറാക്കിൾ മോർണിംഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വെങ്കടേഷ് ആണ്. ഇന്നിപ്പോ ജോയിൻ ചെയ്യുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഫാമിലി റീയൂണിയൻ 3ാമത്തെ എപ്പിസോഡാണ് ഹൈദരാബാദിൽ നടന്നിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ഏകദേശം 100-ലധികം ആൾക്കാർ ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10,000-ലധികം ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാമാണ്. ഇതേ പേസിൽ തന്നെ 3 പ്രോഗ്രാംസ് ഒരു തവണ കൂടെ ആദ്യത്തെ പ്രോഗ്രാം നടന്നത് ഹൈദരാബാദിൽ തന്നെയാണ്. 2ാമത്തെ പ്രോഗ്രാം നടന്നിട്ടുള്ളത് ഡൽഹിയിലാണ്. ഇത് 3ാമത്തെ പ്രോഗ്രാം അഗെയിൻ നമ്മുടെ ഹൈദരാബാദിൽ തന്നെ. അപ്പൊ 3 പ്രോഗ്രാംസ് ഫാമിലി റിയൂണിയൻ പ്രോഗ്രാംസ് നടന്നു. അതിൽ 3ാമത്തെ പ്രോഗ്രാമിലാണ് നമ്മൾ ഇവിടെ പങ്കെടുത്ത് ആരും മടങ്ങിയിട്ടില്ല. അവരെല്ലാവരും മടങ്ങുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് എക്സൈറ്റ്മെന്റ്, ഒരുപാട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വന്ന ഓരോ ആൾക്കാരും ഇവിടെ വരുമ്പോ ഒരു പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ട്രെയിനിന്റെ ബോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടുന്ന് മടങ്ങുന്നത് എഞ്ചിനായിട്ടാണ് മടങ്ങാൻ പോകുന്നത്. ആ തരത്തിൽ എനർജറ്റിക് ആയിട്ട് എനർജി കിട്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു ബോഗി എഞ്ചിൻ എന്ന് പറഞ്ഞ ബോഗി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എഞ്ചിനിൽ കൊളുത്തിയിട്ടാൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ, യാത്ര പോകാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അതായത് ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിനെ എത്ര ബോഗിയോ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ തരത്തിൽ എനർജി, എക്സൈറ്റ്മെന്റ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരെല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കേൾക്കണമെന്നുണ്ട്. കാരണം ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതിനുള്ള സമയമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട്, കാരണം 3 ദിവസത്തെ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ്, 100 കണക്കിന് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 40-45 മിനിറ്റ് മതിയാവില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 4 ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. അതും അവര് ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാനൊക്കെ ഇപ്പൊ പറയുകയാണെങ്കിൽ 4-5 തവണ ഫാമിലി റൂണിയൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പക്ഷെ പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത, അതേ സമയത്ത് മിറാക്കിൾ മോർണിംഗിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാർഷ്യലേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളിപ്പോ പങ്കെടുത്തിട്ടില്ല. അവര് പങ്കെടുത്തു, ഫസ്റ്റ് ടൈം പങ്കെടുത്തു, അവർ ആ എനർജിയിലാണ് ഉള്ളത്. പക്ഷെ അവര് പങ്കെടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലായിരിക്കും ഇപ്പൊ നിങ്ങൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഫസ്റ്റ് ടൈം ആയിട്ട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെ നമ്മളിവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി റിയൂണിയനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫാമിലി റിയൂണിയൻ. ഒരു വർഷത്തെ സക്സസ് മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്ന, റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി റിയൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2016 മുതൽ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ 500 പേരുടെ പ്രോഗ്രാമായിട്ട് നടന്ന പ്രോഗ്രാം ഇന്ന് ഇപ്പോ ഒരു പ്രോഗ്രാം അല്ല, 5000-10,000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമായിട്ട് 3 പ്രോഗ്രാമായിട്ടാണ് നടക്കുന്നത്. ആ രീതിയിൽ അത് വളർന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വെസ്റ്റീജ് നമ്മളെ റിച്ച് ആൻഡ് ഫേമസ് ആക്കുന്നുണ്ടെങ്കിൽ വിന്നിംഗ് ടീം നമ്മളെ സെലിബ്രിറ്റി ആയിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ.
അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റിയൂണിയൻ എന്ന് പറയുന്നത്. അത് അവിടെ അതിന്റെ ആ വേദിയിൽ അതിന്റെ ആ ഹോളിനകത്ത് ഇരുന്നാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ലീഡേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും അധികം സമയമൊന്നും നമുക്ക് കൊടുക്കാനില്ല, എങ്കിൽ പോലും അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ മധ്യഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മലബാറിന്റെ തുടക്കത്തില് തിരൂരിൽ നിന്ന് വളരെ ആ ടീമിന്റെ വളരെ എക്സൈറ്റ്മെന്റിന്റെ ഒരു ഉസ്താദായിട്ട് വേണമെങ്കിൽ പറയാവുന്ന വ്യക്തിത്വത്തിനെയാണ് ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഗീതാ മോഹൻ ഫ്രം തിരൂർ. വാം വെൽക്കം ഗീത ചേച്ചി. Good morning. Yes. Good morning, everybody. Good morning from Hyderabad. Okay. Hello, Okay, Hyderabad. View കണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവാം. ഞാൻ ഗീതാ മോഹനൻ, തിരൂർ ചെമ്പ്ര സ്വദേശി. എന്താ പറയാ, ഈ ബിസിനസ്സിൽ സിൽവർ ഡയറക്ടറാണ്. എന്നോട് പറഞ്ഞത് ഒരു എക്സ്പീരിയൻസ് പറയാനാണ്. കഴിഞ്ഞ തവണ നമ്മളെ ടീമിൽ നിന്ന് അതിൽ കിടക്കുന്നതിന് മുമ്പായിട്ടേ ഈ ഒരു സാറ് ചോദിക്കും, ഞാൻ പറയാം. ഓക്കെ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഈ പ്രോഗ്രാമിലേക്ക് എത്താൻ കാരണം, കഴിഞ്ഞ വർഷം നമ്മളെ ടീമിൽ നിന്ന് അനീസ് സാറ്, ആർ കെ സാറും അങ്ങനെ കുറച്ച് ലീഡേഴ്സ് പോയപ്പം അന്ന് തന്നെ ഞാൻ അവരുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവര് പറഞ്ഞ കാര്യങ്ങള് അത് എന്താണെന്ന് നമുക്ക് അറിയില്ല, എന്നാലും അവര് അറിഞ്ഞ കാര്യങ്ങള് ഓരോന്നും പറയുമ്പോ നമുക്ക് നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിരുന്നു. അന്ന് തന്നെ സത്യം പറഞ്ഞ അന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു, എനിക്കും ഇതൊന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണേ എന്നുള്ള ഒരു തീരുമാനം അന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തീരുമാനം അത് വലിയൊരു ഡ്രീം ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്ത് ഡ്രീം ചെയ്താൽ നമ്മളിലേക്ക് എത്തുന്നുള്ളതിന് ഒരു തെളിവാണ് എനിക്ക് ഈ ഒരു FRU അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. ഓക്കെ, ഈ FRUല് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു? വളരെ ഷോർട്ടായിട്ട് പറയണം, വേറെ 3 പേരും കൂടെ ഉള്ളത് കൊണ്ട്. എന്താ പറയേണ്ടത് പോയിന്റുകൾ ആണ് എടുത്തു പറയേണ്ടത്. എന്താ പറയുന്നത് വെച്ചാൽ, നമ്മള് ഇവിടെ ഇപ്പൊ വന്നപ്പം ഇവിടെ അനുഭവിച്ചറിയാണ്. നമ്മള് എന്തൊക്കെയോ നോട്ട് എഴുതണം എന്നൊക്കെ വിചാരിച്ചു വന്നു, എല്ലാവരും പറയുന്നത് എഴുതണം എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശേഷം. വളരെ താഴ്ന്ന രീതിയിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തികളാണ്, വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തികളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവരെല്ലാം ഓരോ പുതിയ പിൻ ലെവൽ അച്ചീവ് ചെയ്തു. അതൊക്കെ ഭയങ്കര സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റി, 10-ലധികം DU സീരീസ് ആണ് നമ്മൾക്ക് ഇവിടെ ബ്രാൻഡ് ന്യൂ DU സീരീസിനെ കണ്ടത്. അതൊക്കെ നമ്മളിത് കാണുമ്പോ നമ്മൾ എന്തിനിത് ചെയ്യുന്നു എന്നുള്ളത് തോന്നിപ്പോയി സത്യം പറഞ്ഞാല്. കാരണം ഇന്നലെയായിരുന്നു ഇത് പീക്ക് ടൈമിലെത്തി. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയൊന്നും ഉണ്ടാവില്ല വിചാരിക്കും. അടുത്ത ദിവസം അതിലും മേലെ, 3-ാമത്തെ ദിവസമായപ്പോ അതിലും കൂടി. കാരണം 7 മണിക്ക് കഴിയുന്ന തന്നെ പ്രോഗ്രാം ഞങ്ങൾ ഹാളിൽ നിന്ന് വരുമ്പോ 9:30 അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെയുള്ള റെക്കഗ്നേഷൻ അത്രയും ഉണ്ടായിരുന്നു. ആർക്കും ഒരു എക്സ്പീരിയൻസ് പറയാനുള്ള അധികം സമയമൊന്നുമില്ല. അതൊരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ അവർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത്രേ അവിടെ സമയം കിട്ടുന്നുള്ളൂ. കാരണം 2ാമത്തെ FRU ആണ് ഹൈദരാബാദിൽ നടക്കുന്നത് ഈ വർഷം തന്നെ. അപ്പൊ എന്നിട്ട് ഇത്ര അധികം ആളുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോ അത് ഭയങ്കര അവിടുത്തെ ഒരു ഹൈദരാബാദിലെ വലിയൊരു നേട്ടം തന്നെയാണ്. ഇത് നമുക്ക് കേരളത്തിലും കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം, ഈ ഒരു അതായത് ഇത്രയും വിജയങ്ങള്. സോറി, എക്സ്പീരിയൻസ് പറയല്ലോ ചിലപ്പോ ഇത് ഈ ഒരു വിജയ പരമ്പര നമുക്ക് സാർ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിജയ പരമ്പര നമുക്ക് കേരളത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒരു തോന്നല് നമുക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാരും ഒരേ ഒരു കാര്യം തന്നെയാണ് പറയുന്നുള്ളത്, ഹമ്പിൾ ആവുക, നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യുക, സബ്മിഷൻ,
അത് അപ്ലൈ സബ്മിഷൻ, ഈ ഒരു 3 കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമ്മളെ ഈഗോ ഒക്കെ കൈവിട്ട്, ഈഗോ ഒക്കെ ഒഴിവാക്കി നമ്മള് ശരിക്കും സബ്മിറ്റഡ് ആയിട്ട് ഇവിടെ നിന്നാല് നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. പിന്നെ നമ്മളെ ഡ്രീമിന്റെ ആ ഒരു പവറും. ഓക്കെ. ഓക്കെ. ഈ ഒരു പ്രോഗ്രാം ഇപ്പൊ അടുത്ത തവണ കേരളത്തിൽ വരുന്നു എന്നുള്ളതാണല്ലോ അവിടെ ഡിക്ലെയർ ചെയ്തത്. അതെ അതെ. അത് എങ്ങനെ കാണുന്നു? അതിലേക്ക് ഉള്ള യാത്ര തുടങ്ങാനായിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു? തീർച്ചയായിട്ടും നമ്മളിവിടെ ഇപ്പോ നമ്മള് വലിയൊരു സംഖ്യ മുതൽ മുടക്കിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ വരികയാണെങ്കിൽ വളരെ എളുപ്പല്ലേ? കാരണം ഇത്രയും ഈ വലിയൊരു പ്രോഗ്രാം നമുക്ക് ചെറിയൊരു ഇതിൽ കിട്ടുമ്പോ, അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെറിയൊരു ഇതിൽ നമുക്ക് കിട്ടുമ്പോ അത് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധ്യതയാണ്. അപ്പൊ ഇവിടെ ഹൈദരാബാദിൽ നടന്ന പോലെ നമുക്ക് കേരളത്തിലും വലിയ വലിയ വിജയങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഇനി ഇപ്പൊ ഇത് ഇവിടുന്ന് കഴിഞ്ഞിറങ്ങുമ്പോ തന്നെ നല്ല SP സാർ പറഞ്ഞ പോലെ നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങള് നേരത്തെ ചെയ്യണം. അതായത് നമ്മൾ മുകൾ തട്ടിലുള്ള ഒരു പ്രോഗ്രാമിന്റേത് മാത്രമല്ല കാണേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഇന്നേ തുടങ്ങണം. നമ്മൾ അതിലേക്ക് അതിന്റെ റൂട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളും ആ ഒരു രീതിയിൽ നമ്മളെ ടീമിലെ ഓരോരുത്തരെയും ഇന്ന് തന്നെ കണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ, നാട്ടിലെത്തിയ ഉടനെ തന്നെ അതിലേക്ക് അവരെ ഓരോരുത്തരെയും എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ. പ്രോഗ്രാമില് ഇപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത FRU എന്ന് പറയുന്നതിൽ സ്റ്റേജിൽ കയറണം എന്ന് തീരുമാനിച്ച? തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടാറുന്നാല്, നമ്മളിപ്പോ ക്രൗൺ ആയിട്ട് അനിൽ സാറ് രഞ്ജിത മാഡം കയറിയപ്പോ അവര് ജസ്റ്റ് ഒന്ന് കൈ വേവ് ചെയ്ത് പോയതാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരു മിനിറ്റ് മാഡം നമ്മള് ജസ്റ്റ് ഒന്ന് അവര് കൈയൊന്ന് വേവ് ചെയ്ത് പോയതാണെങ്കിൽ പോലും അവിടെ കയറാൻ അതിലൊരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഓരോ സ്റ്റേജിലും അങ്ങനെയാണ്. നമ്മള് മുമ്പ് ഓരോ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോഴും അവിടെ ഓരോരുത്തരും ആ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ ഒന്ന് കയറാൻ അവസരം കിട്ടുക എന്നുള്ള വലിയ ഭാഗ്യമായിട്ട് കരുതിയിരുന്നു. അതുപോലെ ഓരോ സ്റ്റേജിലും കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ FRUന്റെ സ്റ്റേജിലും എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കയറാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം, വലിയൊരു വിശ്വാസം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കണം. അത് ഇപ്പൊ ഇന്നലെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത്. പിന്നെ നമ്മള് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മള് ഓരോ ലീഡേഴ്സിന്റെ അടുത്ത് നമ്മൾ ആ സക്സസ് പ്രൊഫൈലില് സൈൻ ചെയ്ത് വാങ്ങുമ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി നമുക്ക് ഇവിടെ വിജയിക്കാൻ. നമ്മള് അതിലൊരു ആ ബ്ലെസ്സിങ്സോട് കൂടി നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അവിടെ കയറാൻ പറ്റും തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സ്റ്റേജിൽ കൈവീശിക്കൊണ്ടാണ് കയറുന്നുണ്ടാവുക? അത് 2 മിനിറ്റ് സംസാരിക്കാനുള്ള ആ ഒരു ഇതിലാണ് ഉണ്ടാവുക? എങ്ങനെയാ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പൊ ഞാൻ ജസ്റ്റ് കൈവീശാനുള്ള ഒരു അനുഗ്രഹമെങ്കിലും എനിക്ക് ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അടുത്ത തവണ ആകുമ്പോഴേക്കും അത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ക്രൗൺ വരെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് സ്റ്റേജിൽ കൈവീശി പോകാനുള്ള അവസരമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയധികം റെക്കഗ്നീഷൻസ് ആണ്, അത്രയധികം അച്ചീവ്മെന്റ്സ് ആണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിന്നിംഗ് ടീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് സംസാരിക്കാനുള്ള അവസരവും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള സെലിബ്രേഷനും തുടങ്ങുന്നത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവലിൽ നിന്നാണ്. ഇതേ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് വളരെ ഷോർട്ട് പീരീഡിൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരും ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ഈവൻ ഒറ്റ മാസം കൊണ്ട് ഡൽഹി FRU പങ്കെടുത്തിട്ട് ഈ FRUവിന് വരുമ്പോ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ആള്, അതായത് വളരെ ജൂനിയർ ആയിട്ടുള്ള, പെട്ടെന്ന് ഈ സ്റ്റാർട്ട് ചെയ്തു, ഡൽഹി FRU പങ്കെടുത്തു, ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോ ക്രൗൺ ഡയറക്ടർ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ വരെ നമ്മൾ കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എവേ എന്ന് പറയും. അതാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതല്ലാണ്ട് വേറെ അർത്ഥത്തിലൊന്നും എടുക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത്ര സമയം നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കുറെ പറയാനുണ്ടെന്ന് എനിക്ക് അറിയാം. കാരണം എന്താ വെച്ചാല് വളരെ വളരെ
ആയിട്ടുള്ള ഈ ടീമിലെ ഏറ്റവും തിരൂർ ടീമിലെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അറിയാം. കാരണം അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇത് ചേച്ചി സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇനി വളരെ സന്തോഷം ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അങ്ങ് കാസർഗോഡ് ഭാഗത്തു നിന്നാണ്. അപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് നമുക്ക് കാണാനുള്ളത്. അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്ന് ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്. അപ്പൊ ഞാന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഡോക്ടർ സോഫിയ അവിനാശിനെ ഈ ഒരു രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. വാം വെൽക്കം ഡോക്ടർ സോഫിയ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഡോക്ടർ സോഫിയ അവിനാശാണ്. സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിന്നിംഗ് ടീം ലീഡേഴ്സിന് നന്ദി പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബിക്കോസ് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നല്ലോ, അതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഒരു ഹൈദരാബാദിലെ FRU അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ, അതിന് ദൈവത്തിനും എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയോടും ഞാൻ നന്ദി പറയാണ് ആക്ച്വലി. സോ ആക്ച്വലി ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേറൊരോട് ആ ഒരു സ്പാർക്ക് വേറൊരോട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. സാർ പറഞ്ഞ പോലെ ഞാൻ ആയുർവേദിക് പ്രൊഫഷനാണ്, ഡോക്ടറാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ എനിക്ക് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയൊരു മേഖലയാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നെ ആക്ച്വലി. കുറെ ആൾക്കാര് വേറെ പ്രൊഫഷൻ വിട്ടിട്ടാണ് വരുന്നത്, പക്ഷെ എനിക്ക് ഇത് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റാം. അത് വലിയൊരു ഭാഗ്യമാണ് ആക്ച്വലി. രണ്ടും ഒരേ ഇതില് എന്താ പറയാ ട്രെയിനിന്റെ പാതയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എനിക്കൊരു വലിയൊരു ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു. പിന്നെ FRUയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഡോക്ടർ ആയെങ്കിലും ഇവിടെ വന്നപ്പം ഡോക്ടർ അല്ലാതെ ഒരു മനുഷ്യനാണ് ആക്ച്വലി, ഒരു വ്യക്തി. അതായത് ഈ ഒരു ഹൈദരാബാദില് ഒരു ചെറിയ ഒരു ഒന്നും അറിയാത്ത ഒരാളും കൂടി അത്ര വലിയ ലെവലിൽ ഡോക്ടർ ഒരു മിനിറ്റ് ഡോക്ടർ ഇങ്ങോട്ട് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയാൽ നന്നായിരിക്കും. ഓക്കെ. സോ ആക്ച്വലി FRUനെ കുറിച്ച് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു ടോട്ടലി. ഇവിടെ വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വരുമോ ഇല്ലെന്ന് എനിക്കൊരു ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പം ആക്ച്വലി ലീഡേഴ്സ് ഒക്കെ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റില്ല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഒന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വരുന്നത് ഇവിടെ. അപ്പൊ പക്ഷെ എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു ഡൗൺലൈനും കൂട്ടിക്കൊണ്ട് വന്നു. അതൊരു ഭാഗ്യമാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ നോക്കുമ്പം ഹൈദരാബാദിൽ നോക്കുമ്പോ അതൊന്നുമല്ല. ഹൈദരാബാദ് ആൾക്കാർ അവരുടെ എത്രയോ ആൾക്കാരെ കൊണ്ടുവരികയാണ് ആക്ച്വലി. പക്ഷെ എന്തായാലും ഒരാളും കൂടി എനിക്ക് കൊണ്ടുവന്നല്ലോ എന്ന് എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട് ആക്ച്വലി. എന്താ പറഞ്ഞാല് ഇതില് ഞാനല്ലാതെ നമ്മുടെ ഒരു കൂടെ വന്ന ഒരാൾക്കും ആ ഒരു സ്പാർക്ക് കിട്ടുമ്പം അത് ഒരു ഡബിളായിട്ട് മാറും ആക്ച്വലി. സോ എന്തായാലും ഞാൻ ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നു ആക്ച്വലി. രണ്ടാളും ഫാമിലി ആയിട്ട് വന്നതാണെങ്കിൽ അത്രയും നല്ലൊരു എന്താ പറയാ ഒരു ബൂമപ്പ് ആയനെ ശരിക്കും പറഞ്ഞാല്. അത് ഒരു ഇത് തോന്നുന്നു എനിക്ക്. ഓക്കെ, എന്താണ് ഈ പ്രോഗ്രാമില് ഡോക്ടർക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? യെസ്, സ്ട്രൈക്ക് ചെയ്ത മെയിൻ എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ റൈറ്റ് എഡ്യൂക്കേഷൻ. വിന്നിംഗ് ടീം ഇസ് എ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മളിപ്പോ സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേഷൻ അല്ല, ലൈഫ് എക്സ്പീരിയൻസ് അല്ല. സോ ഞാൻ ആയുർവേദത്തിൽ വന്നുണ്ട്. ആയുർവേദം എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ലൈഫ് ആണ് ആക്ച്വലി. സോ അതെല്ലാം ഇതിലുമായിട്ട് വരുന്നുണ്ട്, കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. വിന്നിംഗ് ടീം വെറും വെൽത്ത് അല്ല, ബിസിനസ് മാത്രമല്ലാതെ ഹെൽത്ത് ആൻഡ് സ്പിരിച്വലി നമ്മുടെ ഫാമിലി ബോണ്ടിങ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കുറെ കാര്യങ്ങളാണ് പറയുന്നത്, വെറും ഒരു ബിസിനസ് മാത്രമല്ലാതെ. സോ അതുകൊണ്ട് ഹെൽത്തും വെൽത്തും എല്ലാം കൂടിയായിട്ട് എല്ലാം കൂടിയുള്ള സമ്പത്ത് നമുക്ക് കിട്ടാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സാർ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മഫലം, അതായത് നമ്മൾ ഇന്ന് എന്ത് ഞാൻ ചിന്തിക്കുന്നു അതിന്റെ ആ ഒരു 2-3 മാസമായിട്ട് അത് എന്തായാലും എനിക്ക് തന്നെ കിട്ടും. ബിക്കോസ് ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞാൻ എന്താ ചെയ്യുന്നേ അതിന്റെ ഫലം എനിക്ക് കിട്ടും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം എനിക്ക് കിട്ടും. അങ്ങനെയാണ്. അത് SP സാറിൽ പറഞ്ഞത് അതത്രയും വലിയൊരു കാര്യമാണ് ആക്ച്വലി. പിന്നെ ഇഞ്ഞൊന്ന് പറഞ്ഞാല് ഈ ഹൈദരാബാദത്തെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇന്നസെന്റ് പീപ്പിൾ ആണ് ശരിക്കും. അവര് നമ്മളെ എന്താ പറയാ ആ ഇന്നസെൻസിയാണ് അവരുടെ വിജയിപ്പിച്ചത് ശരിക്കും. ഇന്നസെൻസിയും പിന്നെ സിസ്റ്റം, വിന്നിംഗ് ടീം എന്ത് പറയുന്ന ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്തു.
അപ്ലയൻസ് എന്ത് പറഞ്ഞോ അത് ഫോളോ ചെയ്തു. അതായത് ഒരു അച്ഛൻ അമ്മ മക്കളോട് പറയാണ് നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ ഉയർച്ച വരുമെന്ന്. അതുപോലെ അവർ ഫോളോ ചെയ്തപ്പോ അവർക്ക് ഉയർച്ച കിട്ടിയതാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു ഈഗോ മൈൻഡ്, അതായത് ഈഗോ, അതിലൊരു മാറ്റിയാൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. നമുക്കൊരു വലിയൊരു നേട്ടം കിട്ടാൻ പറ്റുന്ന അതിലാണ്. ഈഗോ മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരുന്നെങ്കിൽ, നമ്മൾ ആ അക്സെപ്റ്റൻസിൽ ഇരുന്നില്ലെങ്കിൽ ഒന്നും നടക്കൂല. അതായത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കുറെ അറിയാനുണ്ട്, എനിക്കെല്ലാം അറിയാന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ ഇവിടെ വന്നെങ്കിൽ അത് ഒന്നും പറ്റൂല. അതൊരു വലിയൊരു ഇവിടെ കറണ്ട് പോയി സാർ, ആക്ച്വലി ഒരു മിനിറ്റ്. ഓക്കെ, സോ അതാണ് എനിക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫീമെയിൽ എംപവർമെന്റ്, അതായത് ഫീമെയിൽസും ഭയങ്കരമായിട്ട് നല്ലൊരു രീതിയിൽ എംപവർ ചെയ്യുന്ന, അല്ല അവരുടെ ഫീമെയിൽസിനും കൂടി, അതായത് അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവട്ടെ, അവരുടെ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, അത്രയും നല്ലൊരു എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് തന്നെ അവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ആക്ച്വലി. അതായത് ശരിക്കുള്ള ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ലീഡേഴ്സ്, ഒരു ലീഡർ എന്താണെന്ന് പറഞ്ഞാല് കുറെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് ഫോളോവേഴ്സ് മാത്രമല്ല, അത് അവർ ശരിക്കും ഒരു സിസ്റ്റമായിട്ട് പറയുന്നുണ്ട് ആക്ച്വലി. സോ അതൊക്കെ എനിക്കൊരു സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാല് എനിക്ക് സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 കൈ ഇല്ലാത്തൊരു ആള്, 2 കൈ ഇല്ല, അതൊരു കറണ്ട് എന്തോ ഷോക്ക് അടിച്ചിട്ട് പോയതാണ്, ജന്മന അല്ല. അയാൾ ബ്രോൺസ് ആയി, അയാൾ ഒരു 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ FRUല്. അതും ആ ഒരു എന്താ പറയുക സ്വീപ്പിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ചെറിയൊരു ജോലിയുള്ള ഒരാളാണ്. പിന്നെ ഒരു വെയിറ്റർ DUCD ആയതും, പച്ചക്കറി വിൽക്കുന്ന ഒരാള് DUCD ആവുന്നതും, ഒരു പൂ വിൽക്കുന്ന ആള് DUCD ആവുന്നതും, അത് അവർ സിസ്റ്റമായിട്ട് ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ആക്ച്വലി. പിന്നെ ആ ഒരു അപ്ലയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടും ഇതിനെ പഠിച്ചുകൊണ്ടാണ്. സിസ്റ്റമിനെ പഠിക്കണം നമ്മള്. എനിക്കെല്ലാം അറിയാം, ഞാൻ ഇത് ആക്ച്വലി ഒരു ചെറിയ കുട്ടികളെ പോലെ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം അവർ ചെറിയ കുട്ടിയായിട്ട് അവർ പഠിച്ചു എന്നാണ്. പഠിച്ചിട്ട് പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് അവർ ഇതിൽ ഉയർന്നു വന്നതാണ് ആക്ച്വലി. അപ്പൊ ആ ഒരു ബൂമിങ് വന്നത് ആഫ്റ്റർ 2 ഇയേഴ്സ് ആണ് ആക്ച്വലി കൂടുതൽ ആൾക്കാർക്കും. പക്ഷെ ചില ആൾക്കാർക്ക് അവർ 1 ഇയർ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയുടെ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ് ചെയ്തു. അവര് കുട്ടികൾ പറയാണ് അച്ഛനമ്മനെ അത്രയും സപ്പോർട്ടാണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിനും പിന്നെ ഈ ഒരു വിന്നിങ് ടീമിനും ഒക്കെ. എന്നാൽ അവർക്ക് ശരിക്കുള്ള നല്ലൊരു എഡ്യൂക്കേഷനും കിട്ടുന്നുണ്ട്, അവർക്ക് നല്ലൊരു ലെവലിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. ബിക്കോസ് ഭരതേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് പിച്ചക്കാരനായിട്ട് ജനിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഒന്നുമില്ലാതെ മരിക്കുന്നത് അത് നമ്മുടെ ഒരു പോരായ്മയാണ് ആക്ച്വലി, അല്ലെ? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എഡ്യൂക്കേഷൻ തന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബിസിനസിന്റെ മാത്രമല്ല ആക്ച്വലി ഫാമിലി. അതായത് ഒരു മരുമോള് വരുമ്പോ എങ്ങനെയാ നമ്മൾ അവരെ എങ്ങനെയാ ബോണ്ടിങ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ SB പറയൽ സാർ ഒരു ഫാമിലി ആയിട്ടാണ് വന്നത് ആക്ച്വലി. ഫാമിലി ആയിട്ട്, അതായത് അവര് മോളും വൈഫും മരുമോളും മോനും എല്ലാവരും ഇൻവോൾവ്മെന്റ് ആക്ച്വലി. സോ വിന്നിങ് ടീം, അതായത് ആ ഫാമിലി റീയൂണിയൻ തന്നെയാണ്. സോ ആ ഫാമിലി ആയിട്ട് നമ്മള് കുറെ ആൾക്കാർക്ക് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ ശരിക്കും സൂമില് കണ്ട കുറെ ആൾക്കാരെ എനിക്ക് ഇതായിട്ട് കാണാൻ പറ്റി, അവരെ സംസാരിക്കാൻ പറ്റി. ഈ ഹൈദരാബാദിലത്തെ അവരുടെ കുറെ കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഷാജി സാറ് ഭയങ്കരമായിട്ട് ഫേമസ് ആയി ഇവിടെ വന്നിട്ട്. സോ FRU അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുക ആക്ച്വലി. അതായത് ഇപ്പൊ എനിക്ക് കുറെ മെസ്സേജുകൾ ഒന്ന് എന്താ ഇത് എന്നൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി അവർ കൂടെ ഒരു എന്താ പറയാ പ്രോസ്പെക്ടിങ് അല്ലാതെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതൊരു ഈസിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. സോ അതൊക്കെ വലിയൊരു കാര്യമാണ് ഈ ഒരു നമ്മളെ FRU. പിന്നെ ഇന്നെന്ന് പറഞ്ഞാല് ആ മെഡിറ്റേഷൻ പ്രോസസ്, അതായത് നമ്മൾ SP പറയൽ സാർ പറഞ്ഞ പോലെ നമ്മള് ഡെയിലി നമ്മുടെ വീട്ടില് നമ്മൾ വിളക്ക് കൊളുത്തും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോകും, അല്ലെ? ഓരോരുത്തർ അമ്പലത്തിൽ പോകും, മോസ്കിൽ പോകും, ചർച്ചിൽ പോകും. ഇത് അങ്ങനെ തന്നെ ഈ ഒരു ബിസിനസ്സിലും ആ ഒരു വിന്നിങ് ടീം സിസ്റ്റം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാമിലി റീയൂണിയൻ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ഇവിടെ അത്രയും പോസിറ്റീവ് വൈബ്സ് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് വൈബ്സ് വരുമ്പം ആ ഒരു ഗ്ലോബലി നമുക്ക് ഒരു എന്താ പറയാ ഒരു എനർജി സൃഷ്ടിക്കുകയാണ് ആക്ച്വലി. ആ എനർജി നമ്മുടെ ഉള്ളിൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി അതൊരു സ്വിച്ച് ഓൺ ആവും. എന്താ പറയാ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡ് അത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ശരിക്കും ഒരു നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി. കുറെ ആൾക്കാർ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത്.
ഇനിയൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് സാർ പറഞ്ഞതെന്ന് പറഞ്ഞാല്, സാർ പറഞ്ഞു കുറെ ആൾക്കാർ 25 വയസ്സിൽ തന്നെ മരിക്കുകയാണ്, പക്ഷേ മരിക്കുന്നത് മണ്ണില് ആവുന്നത് 75 വയസ്സിലാണ്. അതായത് അവർക്ക് ഡ്രീം ഇല്ലാത്തതുകൊണ്ടാണ്. കുറെ പേർക്ക് ഡ്രീം ഇല്ല. നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ തന്നെ ഡ്രീം ചെയ്യാത്തവര് ഒരു ക്രൈം ചെയ്യാണ്, കുറ്റം ചെയ്യാണ് അവരുടെ ലൈഫിനായിട്ട് തന്നെ. അതൊരു വലിയൊരു ഇതാണ്. എന്താ പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറെ ആൾക്കാരെ അറിയാം, നമ്മുടെ ലീഡേഴ്സ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു ചായ വിറ്റുകൊണ്ടിരുന്ന ആളാണ് പ്രധാനമന്ത്രി ആയത്. അങ്ങനെ ഇവിടെ കുറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അത്. കുറെ ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക. ആക്ച്വലി കാണിച്ചു കൊടുക്കുക. വരുമോ ഇല്ലേന്ന് അവരുടെ ഒരു ഭാഗ്യം പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഡ്യൂട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും അത് എന്തായാലും ഞാൻ ചെയ്യും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ട് ചെയ്യും. അപ്പൊ ആരൊക്കെ വരുന്നത് നമ്മുടെ ടീമിൽ നിന്ന് നമുക്ക് എന്തായാലും അവരെ അപ്ലിഫ്റ്റ്മെന്റ് ആണ് എന്റെ ഒരു ലക്ഷ്യം ആക്ച്വലി. പിന്നെ ഒരു ഫാമിലി ആയിട്ട് എല്ലാരും നമ്മുടെ ഒരു വേൾഡ് തന്നെ, ഒരു ഭൂമി തന്നെ ഒരു വേൾഡ് ആയിട്ട് ഒരു ഒന്നെന്ന് പറയൂലേ, പരമാത്മാവും ജീവാത്മാവും ഒന്നാകുമ്പോഴല്ലേ അത് യോഗം എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഇവിടെ ഒരു നടക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. സോ അതൊക്കെ ഒരു ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം അത് വെച്ചാൽ ഞാൻ പറയാം. സാർ മ്യൂട്ടാണ്, മ്യൂട്ടാണ് സാറേ. സാറേ ഓക്കെ, വളരെയധികം സന്തോഷം. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ വേണമെങ്കിൽ സംസാരിക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടറെ സംബന്ധിച്ച് ഞാനൊക്കെ റിയലൈസ് ചെയ്ത ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞു ഒരു വെയിറ്റർ ആയിട്ടുള്ള ആള്, അതുപോലെ തന്നെ പുല്ല് വെട്ടുന്ന ആള് ഒക്കെ ഇതിന്റെ ഏറ്റവും ഹയർ ലെവലിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ഫീലിംഗ് ആണ്. ഒന്ന്, ആദ്യത്തെ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ്സ് പോസിബിൾ, ഇത് നടക്കുന്നതാണ്, നടത്താൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാശിയാണ്. അതായത് അദ്ദേഹത്തിന് ഒരു ഇത്രയും ലോവർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വരെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ, എനിക്കായിക്കൂടാ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ ചിന്ത, ആ ഒരു തീരുമാനം അത് എടുക്കാനായിട്ട് സാധിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. എന്തായാലും അതൊക്കെ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഇനി അറിയേണ്ട ഒറ്റൊരു ചോദ്യം വളരെ ഷോർട്ടായിട്ട് പറയണം. അതായത് നമുക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് കേരളത്തില് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ വിലയിരുത്തി കാണുന്നു? ആ പ്രോഗ്രാമിൽ എന്താണ്, എങ്ങനെയാണ് വിലയിരുത്തി കാണുന്നത്? ശരിക്കും പറഞ്ഞാല് ഞാന് ഹൈദരാബാദിൽ വന്നപ്പോ നെട്ടിപ്പോയതാണ്. ഈ ഒരു 3000 ആൾക്കാരാണ് ആക്ച്വലി. 3000 ആൾക്കാര് എവിടെ നിന്നൊക്കെയോ വരുന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ എന്തായാലും ഇതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാല് കേരളത്തിൽ കുറെ നിരവധി ലൈക്ക് അണ്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ശരിക്കും ബാധിക്കുന്നുണ്ട്. സോ എന്തായാലും കുറെ ആൾക്കാർ ഇതിൽ വന്ന് ഇതിനെ മനസ്സിലാക്കിയാൽ, FRUയിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സും പിന്നെ അവരുടെ ഒരു ലൈഫിൽ ഒരു അത്രയും ട്രാൻസ്ഫോം ആവുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും FRU ആക്ച്വലി. സോ എന്തായാലും നമ്മൾ എന്തായാലും അതിനായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഭരതേട്ടൻ ഇന്നലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കേരളയുടെ ഒരു ഇത് നല്ലൊരു വലിയൊരു FRU ഹൈദരാബാദിനെക്കാളും കൂടുതലും സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു FRU ആയിരിക്കും എനിക്കൊരു വിശ്വാസമുണ്ട്. ബിക്കോസ് ഇതില് ഒരു മെയിൻ ഫാമിലിയാണ്, ഹസ്ബൻഡ് വൈഫ് ആ ക്രൗൺ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് ആക്ച്വലി. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു സെലിബ്രേഷൻ അല്ലേ. എവിടെയോ നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും, ഏതൊക്കെയോ മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കൊരു റെക്കഗ്നൈസ് ഇല്ല എവിടെയും. പക്ഷെ ഇതിൽ ഒരു ചെറിയ ഇതിനും റെക്കഗ്നിഷൻ ഉണ്ട്. സോ എന്തായാലും ആ ഒരു കേരളത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഒരു ആ റെക്കഗ്നിഷനും പിന്നെ ആ ഒരു അവരുടെ ഒരു സ്കിൽസ് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണ് FRU ആക്ച്വലി. അത് അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് കേട്ടറിയേണ്ടതല്ല, കണ്ടറിയുന്നത് തന്നെയാണ്. സോ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും നമ്മള് കാസർഗോഡ് നിന്ന് കുറെ ആൾക്കാരും പിന്നെ വേറെ ഇത് നമുക്ക് കാസർഗോഡ് നിന്ന് മാത്രമല്ലല്ലോ, കുറെ നമ്മൾ ഇന്റർനാഷണലിന് കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ അതിനായിട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നടക്കുമെന്ന് ഉറപ്പുണ്ട്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും കേരളത്തിൽ നടക്കുന്ന FRUയില് നല്ല പിന്നോട് കൂടിയിട്ട്, സ്റ്റേജിൽ കയറാവുന്ന പിന്നോട് കൂടിയിട്ട് തന്നെ വരാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് എല്ലാ അർത്ഥത്തിലും
അതുകൂടാണ്ട് ഒരുപാട് ആൾക്കാരെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പിറവത്തുനിന്നുള്ള ഫാമിലിയാണ്. അവര് ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടിയിരുന്നില്ല, കാരണം അവർ വന്നിട്ട് അധികം സമയമായിട്ടില്ല. പക്ഷെ വളരെ ഷോർട്ടസ്റ്റ് പീരീഡിൽ നല്ലൊരു അച്ചീവ്മെന്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ പങ്കെടുക്കുന്നത്. നല്ലൊരു അച്ചീവ്മെന്റ് മാത്രമല്ല പറയാനുള്ളത്, ഒരുപാട് ആൾക്കാരെയും കൂട്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പിറവത്തുനിന്നുള്ള സൗമ്യ മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വാം വെൽക്കം സൗമ്യ മാഡം. Thank you, sir. Good morning, all of you. Audible ആണോ sir? Yes. Okay, thank you. സൂപ്പർ എക്സൈറ്റഡ് ആണ്. സാറ് പേര് പറഞ്ഞു, സൗമ്യ എന്നാണ്, വീട് എറണാകുളം ജില്ലയിൽ പിറവത്താണ്. ഞാനും ഹസ്ബൻഡും ഒപ്പം ഞങ്ങളോടൊപ്പം 12 പേരും അടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോന്നിട്ടുള്ളത്. വളരെയധികം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ FRU എന്ന് തന്നെ പറയാം. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുൻപ് ആ യാത്ര തൊട്ടൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു സാർ. സമയം കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ എന്നറിയാം, എങ്കിൽ കൂടിയും ഇത് അറ്റൻഡ് ചെയ്യാത്തിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ ഒരു വെസ്റ്റീജ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഹസ്ബൻഡ് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി എന്നോട് കൂടുതലായിട്ട് ഷെയർ ചെയ്ത സമയത്ത് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം അടുത്ത തവണ അറ്റൻഡ് ചെയ്യണം എന്ന്. അപ്പോ ഭരതൻ സാറാണ് ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ടെക്നിക്കലി അദ്ദേഹമാണ് അപ്ലൈനെങ്കിലും സുധീഷും ആരതിയും ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് FRU എന്ന പ്രോഗ്രാമിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഹൈദരാബാദിൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് തന്നെ സാധിച്ചത്. അപ്പോ അന്ന് എറണാകുളത്ത് നിന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അതിന്റെ ഒരു കാറ്റടിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ ഒരു ചൂട് ഏൽക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയാം. കാരണം വളരെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്, കേരളത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ജ്യോതിഷ് കുമാർ സാറായിട്ട്, സുരേഷ് സാറ്, ശോഭന മാഡം, നിജു സാറ്, സൗമ്യ മാഡം, അനീഷ് സാറ്, ശ്രീദാസ്, ശരണ്യ, വെങ്കടേഷ് സാറ്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു മിനി മീറ്റിംഗ് ആയിരുന്നു ആ ട്രെയിൻ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ടീം നോക്കാതെ തന്നെ അതൊരു വലിയ അനുഭവമായിരുന്നു. മറ്റൊരിടത്തും കാണാത്ത ഒരു കാര്യം, ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആകാം എന്നുള്ള അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഈ മേഖലയിൽ ജീവിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന് സക്സസ്ഫുൾ ആയതിന്റെ ഒരു യാത്ര, അതൊക്കെ നമുക്ക് കൂടുതലായിട്ടും അങ്ങനെയുള്ള യാത്രകളിൽ അറിയാനായിട്ട് സാധിച്ചു. അതെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ നമ്മൾക്ക് ഈ ബിസിനസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ ആ ഒരു യാത്രയിൽ തന്നെ നമുക്ക് പറഞ്ഞു കിട്ടിയപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത് ഈ ഒരു ഹൈദരാബാദിലായത് കാരണം തന്നെ അങ്ങനെ ഒരു യാത്ര ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായിരുന്നു. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ ഞെട്ടിയ ഒരു കാര്യം, ഹൈദരാബാദിൽ ഏകദേശം ക്ലാസിക് കൺവെൻഷൻ സെന്ററിൽ ഏകദേശം 5000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമാണത്. ആ ഓഡിറ്റോറിയം ഫുള്ളായിട്ട് ഫില്ലായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു കല്യാണ ഫംഗ്ഷനോ അതല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങുകളോ ഒക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരേ കൂട്ടായ്മയോടെ, ഇപ്പൊ മാഡം ആദ്യം പറഞ്ഞ പോലെ ഫാമിലി റീയൂണിയൻ എന്ന് പറഞ്ഞാൽ അത് ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രോഗ്രാം അവിടെ നടന്നത്. എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാക്ക് സൈഡിലൊക്കെ ആളുകൾ നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ പല സമയങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കാണാൻ കഴിഞ്ഞത് ഏറ്റവും ബാക്കിലൊക്കെ ആളുകൾ ഇങ്ങനെ ആവേശത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം, 3 ദിവസത്തെ പ്രോഗ്രാം രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണി വരെയാണ് ആ പ്രോഗ്രാം ഏകദേശം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയും സമയം ആവേശം ഒട്ടും ചോരാതെ അവിടെ നിന്നുകൊണ്ട് വരെ ആളുകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഈ ഒരു ബിസിനസ്സിൽ ആൾക്കാർ എത്രമാത്രം ലയിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ശരിക്കും വെസ്റ്റീജിന്റെ ഒരു മാമാങ്കമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഒരു പ്രോഗ്രാമിലാണ് ശരിക്കും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ പലപ്പോഴും എന്താണ് വെസ്റ്റീജ്, എന്തിനാണ് വെസ്റ്റീജ്, അതില് വിന്നിംഗ് ടീമിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ
ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ വന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. പറയുന്നതിനും അപ്പുറത്താണ് ഇതിന്റെ ഒരു പവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സംസാരിച്ചിട്ടുള്ള ഓരോ ലീഡേഴ്സും ഇപ്പൊ ടൂൾസിന്റെ പ്രാധാന്യം അവിടെ തന്നെ നമുക്കറിയാം. എൻട്രൻസിൽ തന്നെ പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പൊ ടൂൾസിൽ, ഈ ബിസിനസ്സിൽ ടൂൾസിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ടൂൾസിന്റെ ഒരു പ്രാധാന്യം, ടൂൾസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ഇപ്പൊ ഏതൊരാളുടെ അടുത്ത് നമ്മൾ പ്രൊസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്തോ മറ്റെന്ത് കാര്യം ഷെയർ ചെയ്യുന്ന സമയത്തായാലും പലതും നമ്മൾ ചിലപ്പോൾ വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഒരു ടൂൾസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ടും ഓതന്റിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനൊക്കെ വളരെയധികം സപ്പോർട്ടിംഗ് ആണ് ടൂൾസ്. ഇപ്പൊ ടൂൾസിന്റെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ നമുക്ക് അവിടെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതുപോലെ ഈ പ്രോഗ്രാമിന്റെ ഈ ബിസിനസിന്റെ CEP, PAC പോലുള്ള, അപ്പൊ എനിക്ക് അതിന്റെ എല്ലാത്തിന്റെ ഒന്നും ഫുൾ ഫോം ഒന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ വിജയിച്ചിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, തെലുങ്കു അറിയില്ല. പക്ഷേ ഭാഷകൾക്കും ഒക്കെ അപ്പുറത്താണ് ഹൃദയങ്ങൾ ഹൃദയങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പൊ മലയാളത്തിലൊരു പാട്ടുണ്ട്, മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓൾറെഡി സുധീഷും ആരതിയും കറക്റ്റ് ടൈമിങ്ങിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അതിലേക്ക് ഇങ്ങനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ണിങ്ങനെ സ്റ്റേജിൽ തന്നെയായിരുന്നു. അവർ പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ഈ ഓൾറെഡി ഇപ്പൊ സാറും അതുപോലെ സോഫിയ മാഡം ഒക്കെ പറഞ്ഞിരുന്നു, പുല്ലുവെട്ടുകാരും പച്ചക്കറി കടക്കാരും ഒക്കെ ഇതിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പൊതുവേ നമ്മൾ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളത്. പക്ഷെ കട മാറി എന്ന് കരുതി ആളുകൾ മാറുന്നില്ല. ഇതിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റാത്തതിന്റെ കാരണം കുറെ ലീഡേഴ്സിൽ നിന്ന് സംസാരിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കാൻ പറ്റത്. ഒരിക്കലും കട മാറി എന്ന് കരുതി ആളുകൾ മാറുന്നില്ല. അവരുടെ കാഴ്ചപ്പാടുകളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ മസ്റ്റ് ആയിട്ടും FRU പ്രോഗ്രാം അതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുല്ലുവെട്ടുകാരും പച്ചക്കറി കടക്കാരും ട്രാഫിക് പോലീസും അംഗൻവാടി ടീച്ചേഴ്സും ഫോട്ടോഗ്രാഫറും ടാക്സി ഡ്രൈവറും എന്ന് വേണ്ട പല മേഖലയിലുള്ള ആളുകളൊക്കെ മാറി ചിന്തിച്ചത് ഇതുപോലുള്ള പ്രോഗ്രാമുകളുടെ പ്രാധാന്യത്തിലൂടെ ആയിരിക്കും. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അക്കാദമിക്കലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലെക്ചേഴ്സും എഞ്ചിനീയേഴ്സും അഡ്വക്കേറ്റ്സും പോലെയുള്ള ആളുകളും, അപ്പോൾ അവരൊക്കെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു മേഖല അവരുടെ കരിയർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഏറ്റവും മിഡിൽ ക്ലാസ്സിലുള്ളതും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഏത് കാറ്റഗറിയിലുള്ള ആളുകളെയും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിതം മാറി മറിയുന്നത് നേരിൽ കാണാനായിട്ട് സാധിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ സന്തോഷം, ഇതൊക്കെ നമുക്ക് നേരിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. പലപ്പോഴും ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈഗോ എല്ലാം മാറ്റി വെക്കാനായിട്ട് ഇതുപോലൊരു പ്രോഗ്രാമിലേക്ക് സാധിക്കും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈഗോ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതുണ്ടാകും. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഈഗോ, അവനവന്റെ ഉള്ളിൽ ബോംബ് വയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതിന് ചങ്കൂറ്റം കാണിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ് ഇവിടെ വന്ന് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ലീഡർ, ഒരു അപ്ലൈൻ ലീഡർ പുഷ്പവൃഷ്ടി നടത്തുന്നത് പോലും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 മിനിറ്റിൽ പ്രോഗ്രാം തീർന്ന് സ്റ്റേജ് അഴിക്കാൻ തുടങ്ങുന്നത് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലാസ്റ്റ് സെഷൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭരതൻ സാറും ജ്യോതിഷ് കുമാർ സാറിന്റെയും ഒരു 2-3 മിനിറ്റാണ് അവർ സംസാരിച്ചോളൂ. പക്ഷേ ആ ഒരു സ്റ്റേജിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഒരു വാക്കുകൾ. ആ ഒരൊറ്റ മാത്രം മതി, ആ ഒരൊറ്റ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി അടുത്ത തവണ കേരളത്തിൽ ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഒരു എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു ബിസിനസ്സിനെയൊക്കെ കാണുന്നത്. ഫാമിലി ആയിട്ട് എല്ലാവരും തന്നെ വരുന്നു. എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ സമയത്ത് ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ പോലും പറ്റില്ല. എന്തായാലും സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഈ പ്രോഗ്രാം വരുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് ഒരു പ്ലാൻ എന്ന് എല്ലാവരോടും ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഏകദേശം 10 പേരെയെങ്കിലും നമ്മൾക്ക് സ്റ്റേജിൽ, നമ്മുടെ ടീമിൽ നിന്ന് 10 പേരെയെങ്കിലും സ്റ്റേജിൽ കയറ്റണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ. എല്ലാ ലീഡേഴ്സും അത് കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നറിയാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം
അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിന് ദൈവത്തിനോടും അപ്ലയൻസിനോടും എല്ലാവരോടും വിന്നിംഗ് ടീമിനോടും ഒക്കെ നന്ദി അറിയിക്കുന്നു ഈ ഒരു സമയത്ത്. ഒരു ചോദ്യം കൂടെ മാഡം, ഒരു ചോദ്യം കൂടെ. ഇപ്പൊ അവിടെ ലാസ്റ്റ് റെക്കഗ്നീഷൻ, അതായത് DUCD റെക്കഗ്നീഷൻ, അതിന്റെ ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിന്നിംഗ് ടീം നമ്മളെ സെലിബ്രിറ്റി ആയിട്ട് മാറ്റുകയാണ്. ആ സെലിബ്രിറ്റി ആയിട്ട് മാറ്റുന്ന ആ പ്രോസസ്സ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ DUCD റെക്കഗ്നീഷനിലാണ്. അതെങ്ങനെ, വളരെ ഷോർട്ടായിട്ട് പറയണം, അതെങ്ങനെ വിലയിരുത്തുന്നു? സത്യത്തിൽ സത്യത്തിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് നമ്മൾ ആ സമയത്ത് മാറുന്നത്. നമ്മുടെ മനസ്സിൽ നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു കിങ് സൈസ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കിട്ടുന്നത്. ചെണ്ട കൊട്ടി പാട്ട് പാടി ആവേശത്തിൽ വേറെ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ അച്ചീവ്മെന്റുകൾ മറ്റേത് മേഖലയിൽ നടത്തി കഴിഞ്ഞാലും നിങ്ങളിപ്പോ അച്ചീവ് ചെയ്ത് എനിക്കിപ്പോ എന്താ എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും പൊതുവെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം കാണുന്നത്. കാണുമ്പോൾ വെറുതെ ചിരിച്ചു കാണിക്കുന്നത് മാത്രമേ ആയിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ പോലും നമുക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. അവരുടെ ഹൃദയം തുറന്നുള്ള അഭിനന്ദനങ്ങളാണ് നമുക്ക് ഏൽക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ കിട്ടാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു അഭിനന്ദനം ഒരു അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ എന്നല്ല, സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ DUCD അച്ചീവ്മെന്റ് മറ്റുള്ള ജീവിതത്തിൽ, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ കണ്ണു തുറപ്പിക്കാനും അവർക്കും ഇതുപോലെ തന്നെ ഒരു ലെവലിലേക്ക്, ആ ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സെക്യൂർ ആയി എന്നുള്ള ഒരു അവസരമാണ്, ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ആ ഒരു അച്ചീവ്മെന്റിനോട് കൂടി. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ആളുകളെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ആ ഒരു ചെണ്ടകൊട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പഞ്ചാരിമേളമാണ് വരുന്നത്. അപ്പൊ അറിയാതെ എത്ര ഡാൻസ് കളിക്കാത്ത ആളുകളാണെങ്കിലും അവിടെ ഒന്ന് ഡാൻസ് ചെയ്ത് പോകുന്നു. എല്ലാം മറന്ന് മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. എല്ലാം മറന്നുകൊണ്ട് നമ്മളും അത് നേടാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കത് മാറാനായിട്ട് സാധിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്ര സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്തതിന് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് പുതുതായിട്ട് അധികം കാലമായിട്ടില്ല നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഓർഗനൈസേഷനിലേക്ക് വന്നിട്ട്. പക്ഷെ ഈ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് തന്നെ നമ്മളുടെ കുടുംബം അല്ലെങ്കിൽ വിന്നിംഗ് ടീമിന്റെ ആ ഒരു പവർ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ഇത് എന്താണ് എന്നുള്ളതൊക്കെ ശരിക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. വളരെയധികം സന്തോഷം. റിയൽ സെൻസിൽ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. നമുക്ക് ഇനിയും കൂടുതൽ അച്ചീവ്മെന്റ്സോട് കൂടിയിട്ട് ഈ വേദിയിൽ തന്നെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത FRU ഉണ്ടാവുന്ന സമയത്ത് സ്റ്റേജില് ഇപ്പോ കൂടെ വന്ന ആൾക്കാരെ എല്ലാവരും സ്റ്റേജിൽ കയറ്റണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ഹയർ ലെവലില് സ്റ്റേജിൽ കയറിക്കൊണ്ട് അവിടെ നമുക്ക് സൂപ്പർ സ്റ്റാർ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് അങ്ങ് മധ്യഭാഗത്തും തിരുവിതാംകൂറിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാനുള്ളത്. തിരുവല്ലയിൽ നിന്നാണ്. നമുക്കൊക്കെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ബൈ പ്രൊഫഷൻ ഒരു ഫാദറാണ്. അതേ സമയത്ത് ഇന്ന് വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ DLCP, നമുക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള DLCP, തിരുവല്ല DLCP റൺ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഈ മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമില് ഇടയ്ക്കിടയ്ക്ക് അതായത് മുഖം കാണിക്കുന്ന വ്യക്തിയാണ്. സ്പീക്കറായിട്ടോ MC ആയിട്ടൊക്കെ മുഖം കാണിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഫാദർ മാത്യു ഇൻവൈറ്റ് ചെയ്യുന്നു. വാം വെൽക്കം മാത്യു. ഫാദർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. യെസ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. സാറേ, ഞാൻ ഫാദർ മാത്യു കബരായിൽ. ജന്മം കൊണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു സ്വദേശിയാണെങ്കിലും ഇപ്പോൾ കർമ്മം കൊണ്ട് തിരുവല്ല അടുത്ത് സിറ്റിലായിട്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ പാഷനേറ്റ് ചെയ്ത് ഈ ബിസിനസ്സിനെ കാണുന്നു. ഇപ്പോഴും ഹൈദരാബാദിലാണ്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ FRU സംബന്ധിച്ച ആ ഒരു എക്സൈറ്റഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ FRUയിലേക്ക് ഇപ്പോ ഫാദർ ഏത് പൊസിഷൻ, എങ്ങനെയാ നിൽക്കുന്നത്, എന്താണ്? ഞാനിപ്പോ സ്റ്റാർ ഡയറക്ടർ എന്ന പൊസിഷനിലാണ് സാർ നിൽക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റാർ ഡയറക്ടർ പൊസിഷനിലാണ്. ഒപ്പം ഒരു കാർ അച്ചീവറും കൂടിയാണ്. നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു DLCP ഓൺ ചെയ്യുന്നു.
ഓക്കെ, വെരി ഗുഡ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫാദർ എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതായത് ആ ക്ലയൻസ് ഒക്കെ അതിനനുസരിച്ച് സംസാരിച്ചിട്ടുണ്ടാവൂല്ലോ, എന്താണ് അതിന്റെ ഒരു സാഹചര്യം? ഞാൻ FRനെ കുറിച്ച് നേരത്തെ പലതവണ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ എന്റെ അപ്ഡേറ്റിലായിരിക്കുന്ന ക്രൗൺ ഡയറക്ടർ ഡെയ്സൺ കുര്യാക്കോസ് ഇതിനെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഇതിന് മുൻപുള്ള FRU സംബന്ധിച്ചതിന്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്ന പോലെ അല്ല, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആ ആളുകള് അവരുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞു. കാരണം നമ്മളുടെ വർക്കും അവരുടെ വർക്കും തമ്മിലുള്ളതായ വ്യത്യാസം, അവിടെ നമ്മൾ തകർന്നു പോകും. അപ്പൊ ജീവിതത്തിന്റെ പച്ചയായ ഭാഗങ്ങളെ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് FRUയിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തെങ്കിലും അന്ന് നടന്നില്ല. അതുകൊണ്ട് ഹൈദരാബാദിൽ വന്നപ്പോൾ അതിന് പോകണമെന്ന് തീരുമാനിക്കുകയും 3 മാസം മുൻപ് തന്നെ അതിന് വേണ്ടതായ ടിക്കറ്റ് എടുത്തു വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംബന്ധിക്കാൻ ഇടയായത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നപ്പോൾ, അതായത് പ്രോഗ്രാമിലേക്ക് എത്തുന്നത് ഈ തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായത് കൊണ്ടാണെന്ന് എനിക്കാം. പക്ഷെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോ സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയും. അപ്പൊ അവിടെ കിട്ടിയ എക്സ്പീരിയൻസ് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാമോ? സാറെ പറയാതിരിക്കാൻ വയ്യ. കാരണം സാറ് പറഞ്ഞ പോലെ സീയിങ് ഈസ് എക്സ്പീരിയൻസ്. നമ്മളെല്ലാം കണ്ട് വിശ്വസിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും വീഡിയോയിലൂടെ കാണുമ്പോൾ ഇത് എഡിറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇത് പറയുന്നത് എന്ന് പലരും പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സംശയിച്ചു പോകാൻ. പക്ഷെ പച്ചയായ പല വ്യക്തിത്വങ്ങളെയും നേരിൽ കാണുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. റിയൽ ഹീറോസ് ആരാണെന്ന് യഥാർത്ഥത്തിൽ അവിടെ മനസ്സിലായി. അതാണ് അവിടെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എന്റെ മനസ്സിൽ ഓരോ ആളുകളും ചെണ്ട കൊട്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ അത് ഞാനായിരിക്കും, ഇനിയൊരു ലെവൽ ഉണ്ടെങ്കിൽ അത് ഞാൻ കയറണം എന്ന് പലപ്പോഴും കണ്ണ് നിറഞ്ഞുകൊണ്ട് എനിക്ക് ആ ദൃശ്യങ്ങളെ കാണുവാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നന്മ മാത്രമല്ല അംഗീകാരം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. എന്നെ സംബന്ധിച്ചോളം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പുരോഹിതനായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ലീഡറിനെയാണ്. ജീസസ് ക്രൈസ്റ്റ് ലോകത്തിൽ അവതരിച്ചത് തന്നെ മാനവകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പൊ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവതരിച്ച ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എന്റെ ജോലിയും അത് തന്നെയാണ്. സമൂഹത്തിനെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയാണ് എന്റെ ജോലി. ഇന്ന് സമൂഹത്തില് കൈപിടിച്ചുയർത്തുക എന്ന് പറയുമ്പോൾ പല വേദനകളിലൂടെയും പല പ്രയാസങ്ങളിലൂടെയും പല പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നമുക്കറിയാലോ സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് ഒരു സാമ്പത്തികമായ ഒരു സ്രോതസ് എത്തിച്ചു കൊടുക്കാൻ ഈ ബിസിനസ്സിലൂടെ സാധിക്കും. രോഗിയായ ആൾക്ക് ആശ്വാസം കൊടുക്കുന്ന സപ്ലിമെന്റ് പോലുള്ളതായ നല്ല ഔഷധങ്ങൾ കൊടുക്കുവാൻ ഇതിലൂടെ സാധിക്കും. എല്ലാത്തിനും ഉപരി ഞാൻ കണ്ടത് ആ സ്ക്രീനിലൂടെ DUCDമാരൊക്കെ കയറി വരുമ്പോൾ അവരുടെ മുൻപത്തെ ഫോട്ടോയും ഇപ്പോഴുള്ള റിയൽ ഫോട്ടോയും കാണുമ്പോൾ എന്ത് വ്യത്യാസം അവരില്. അപ്പൊ പേഴ്സണാലിറ്റിയിൽ സൗന്ദര്യത്തിൽ വളരെ വ്യത്യാസം വരുത്തി ആ വെസ്റ്റീജിന്റെ 2-3 കൊല്ലം കൊണ്ട് ഒരു വലിയ അടിമുടി ചേഞ്ച് വരുത്തുന്ന ഒരു സാഹചര്യത്തെ കാണുവാൻ സാധിച്ചു. അപ്പോ ഈ ബിസിനസ്സിൽ മറ്റെല്ലാ ബിസിനസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് ഞാൻ എന്തായിരിക്കുന്നോ ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ പ്രൊഫഷനെ 100% നീതി പുലർത്തിക്കൊണ്ട് മുൻപോട്ട് നയിക്കാൻ പറ്റിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയായി ഞാൻ ഇതിനെ കാണുന്നു. ഓക്കെ, അപ്പോ അതിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഫാദർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ അടുത്ത തവണ കേരളത്തിൽ വരുന്ന സമയത്ത്, ഈ പ്രോഗ്രാം കേരളത്തിൽ വരുന്ന സമയത്ത് ഫാദർ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? ഇപ്പൊ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണല്ലോ കേരളത്തില്. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേ സമയത്ത് കേരളത്തിൽ തന്നെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ആ ഒരു കാഴ്ചപ്പാടില് ഫാദർ ഇതിനെങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും സാറേ, ഞാനിതിനെ വളരെ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് ഞാനിത് കാണുകയാണ്. കാരണം ഞാനൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്താൽ അതോടൊപ്പം എന്റെ കൂടെ ഒരുപാട് പേരെ ഇങ്ങനെ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്ത് അവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ പറ്റുന്ന എന്റെ സ്വന്തം നാട്ടിൽ തന്നെ അതിന് സാധിക്കുന്ന ഒരു അവസരമായി ഇതിനെ കാണുന്നു.
എനിക്ക് മാത്രമല്ല എന്റെ കൂടെ കുറെ ആളുകൾക്ക് ഈ ഒരു അവസരത്തെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി അപമാനം ഏൽക്കുമ്പോൾ വിജയിക്കുവാനും അംഗീകാരം കിട്ടുവാനും ഇടയാകുമെന്ന് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫ് പോലും അതായിരുന്നു. ഒരുപാട് നാളുകൾ ഒരുപാട് പേരിലൂടെ അപമാനമേറ്റെങ്കിൽ ഒരു ഉയർപ്പ് സംഭവിച്ചപ്പോൾ അവിടെ അഭിമാനവും ജീവിതത്തിലെ ഉയർച്ചയും ഉണ്ടാവാൻ ഇടയായി. ഇതുപോലെ എനിക്ക് ഏൽക്കുന്ന ഓരോ അപമാനവും അതൊരു വിജയമാക്കി മാറ്റുവാനും കൂടെ വരുന്നവർക്ക് വിജയത്തിന്റെ പടികളെ മുൻപോട്ട് നയിക്കുവാനും ഇടയായ തരത്തിലേക്ക് കേരളത്തിലെ FRUവിനെ മാറ്റുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ച കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പല അക്കൗണ്ടിൽ, ഒന്ന് ഒരു ഫാദർ എന്നുള്ള നിലയിൽ, ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലെ സ്റ്റാർ ഡയറക്ടർ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള റിയൽ സെൻസിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. സമയം കുറച്ച് അതിക്രമിച്ച കാരണം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു പ്രോഗ്രാം കേരളത്തിൽ വരുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രോഗ്രാമില് ഹയർ ലെവലില്, ഏറ്റവും ഹയർ ലെവലില് ഫാദർ സ്റ്റേജിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാദറിന്റെ കൂടെ കുറെ ആൾക്കാരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫാദറിന് സാധിക്കും. അതിനുള്ള തീരുമാനം ഫാദർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ മുഖത്തു നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെല്ലാം സാധിക്കട്ടെ. അതിനു വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ടീം എന്നുള്ളതല്ല, എല്ലാവരും കൂടി ഉത്സാഹിക്കുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, ഹൈദരാബാദിൽ നമ്മൾ കണ്ടത് ഹൈദരാബാദ് ടീം മാത്രമല്ല, ഹൈദരാബാദ് കൂടാതെ എല്ലാ ഭാഗത്തുനിന്നും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ആൾക്കാർ വരെ ഇവിടെ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഒരു പ്രോഗ്രാമാണ് കേരളത്തിലേക്ക് നമുക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു വേദിയില്, ആ ഒരു പ്രോഗ്രാമില് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട്, ഒരു സ്റ്റാർ പെർഫോമർ ആയിട്ട് വേദിയിൽ ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പൊ തൽക്കാലം പറയാനുള്ളത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫാദറിന് പ്രത്യേകം നന്ദി പറയുന്നു, ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, അതാ അവിടെ അലവി സഫിയ പറയുന്നു, ഷീസ് വാച്ചിങ് ഫ്രം UAE, ദുബായിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനതാ പറഞ്ഞത്, ഇത് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ആണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ അത് നമുക്ക് കേരളത്തിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. എന്തായാലും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾക്കാരെ ഞാൻ പ്രത്യേകം കൺഗ്രാലേറ്റ് ചെയ്യുന്നു. ഒരുപാട് പെയിൻ എടുത്തിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് നിങ്ങളുടെ മനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത പ്രവർത്തനത്തിലൊക്കെ നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാനും നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ, ചിലപ്പോൾ മനഃപൂർവ്വം അറിയാത്തതുകൊണ്ട് പങ്കെടുക്കാതിരുന്നായിരിക്കാം, ചിലപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തതായിരിക്കാം. എന്തായാലും നിങ്ങൾക്കും അവസരമുണ്ട്. അടുത്ത പ്രോഗ്രാം കേരളത്തിൽ വരുന്ന സമയത്ത്, അടുത്ത FRU കേരളത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള അവസരം കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ ലീഡേഴ്സ് ഒരുപാട് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്ത മാസം 19-ാം തീയതി നമ്മൾ ഒരു മെഗാ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ മാസം ഈ പ്രോഗ്രാം, ഈ ഒരു ഫാമിലി റിയൂണിയന്റെ ഇമ്പാക്റ്റോട് കൂടിയിട്ട് ഇനി 10-20 ദിവസമുണ്ട്. ഈ 20 അല്ല 22 ദിവസത്തോളം ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഇമ്പാക്ട് നമ്മൾ റിസൾട്ടാക്കി മാറ്റുന്നുണ്ടായിരിക്കും. ഈ റിസൾട്ടിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സക്സസ് സെലിബ്രേഷൻ, സക്സസ് സെമിനാർ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം 19-ാം തീയതിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാമില് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, വിന്നിംഗ് ടീമിന്റെ ചീഫ് മെന്റർ ആയിട്ടുള്ള SP സാറാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മെഗാ പ്രോഗ്രാം, ആ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയില് അഭിഷേകം ഓഡിറ്റോറിയത്തിലാണ്. ഓൾമോസ്റ്റ് ഒരു 1000-ഓളം പേര് പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഫാമിലി റിയൂണിയൻ പങ്കെടുക്കാൻ പറ്റാതിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറവ് നികത്താനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് തന്നെ
മെയ് 19 നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ ആൾക്കാരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടുള്ള പ്രോഗ്രാം ഈ FRU അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാര് 19 നടക്കാൻ പോകുന്ന സക്സസ് സെലിബ്രേഷനിൽ സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിക്കാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇനിയുള്ള സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 41 ദിവസത്തോളം വരുന്നുണ്ടായിരിക്കും. നമ്മൾ പറയും 40 ദിവസ വ്രതം എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ അതിനുള്ളൊരു സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു വ്രതം നോറ്റ ആ ഒരു പരിഭാവനതയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഇനിയുള്ള സമയം നമ്മളതിനെ മുന്നോട്ട് കാണുക, അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം. ഹൈദരാബാദിൽ നടന്നതിനേക്കാൾ വലിയ പ്രോഗ്രാം നേരത്തെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ വലിയ പ്രോഗ്രാം നമുക്ക് കേരളത്തിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പ്രോഗ്രാം ആയിട്ട് നമുക്ക് മെയ് 19 പ്രോഗ്രാമിനെ എടുക്കാം. ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആൾക്കാരുമായിട്ട് അവിടെ പങ്കെടുക്കാനായിട്ട് തീരുമാനം എടുക്കുക. അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. വിഷ് യു വെൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇനിയും അടുത്ത പ്രോഗ്രാം നാളെ വളരെ എക്സലന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിട്ട് നാളെ നമ്മൾ വീണ്ടും മിറാക്കിൾ മോർണിംഗിൽ വരുന്നുണ്ടായിരിക്കും. ടിൽ ദെൻ താങ്ക് യു. വിഷ് യു വെൽ.